നമ്മൾ നമ്മുടെ വീടിൻ്റെ മുകൾ നിലയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു കാര്യമാണ് വീടിൻ്റെ ഡോറിൻ്റെ കട്ടില അല്ലെങ്കിൽ ജനാല നമ്മൾ എന്ത് മെറ്റീരിയൽ കൊണ്ട് ചെയ്തെടുക്കണം എന്നുള്ളത്. മരത്തിൻ്റെ ചെയ്യാന്ന് വെച്ചാൽ മരത്തിന് ഒരുപാട് റേറ്റ് വരും. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്നത് നല്ല മരമല്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ പിന്നീട് ഇരട്ടിപ്പണിയായി മാറും. അതേസമയം ഇരുമ്പിൻ്റെയും മറ്റു പല മെറ്റീരിയൽ കൊണ്ടുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആണ് ജനാലകളൊക്കെ. പക്ഷേ അതിനൊക്കെ വെയിറ്റ് അനുസരിച്ച് നല്ല റേറ്റ് വരുന്നുണ്ട്. പിന്നീട് നമ്മൾ പ്രിഫർ ചെയ്തത് കോൺക്രീറ്റിൻ്റെ ജനാലയും കട്ടിലയുമാണ്. കോൺക്രീറ്റിൻ്റെ ജനാലയും കട്ടിലയും ആൾക്കാർ മേടിക്കാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഒരു ഫിനിഷിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ്. പക്ഷേ നമ്മളൊരു 3-4 സ്ഥലങ്ങളിൽ കോൺക്രീറ്റിൻ്റെ ജനാലയും കട്ടിലയും കണ്ടിട്ട് അത്യാവശ്യം പക്കയായിട്ട് ഫിനിഷിങ് ഉള്ള എന്നാൽ ബഡ്ജറ്റ് റേറ്റിൽ കിട്ടുന്ന ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തി. അവിടെ നിന്നാണ് നമ്മൾ ഇതെല്ലാം എടുത്തത്. അപ്പോൾ ആ ഒരു സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ആ സ്ഥലം പരിചയപ്പെടുത്തുന്നതിന് മുൻപായിട്ട് നമ്മളെടുത്ത ജനാലയുടെയും കട്ടിലയുടെയൊക്കെ ആ ഒരു ഫിനിഷിങ്ങും അതിൻ്റെ ഒരു എന്തൊക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതുപോലെ എല്ലാത്തിൻ്റെയും പല പല സൈസിൽ വരുന്നുണ്ട്. അത് എല്ലാത്തിൻ്റെയും വിലയും കാര്യങ്ങളെല്ലാം നമ്മളെ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഈ 2 പാളിയുടെ ജനാലയുടെ ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ അതിൽ ജനാൽപ്പാളി പിടിപ്പിക്കാനുള്ള വിജാഗിരി പിടിപ്പിക്കാനുള്ള ഭാഗം അവിടെ 2 സ്ഥലങ്ങളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫ്രീ ആയിട്ട് സ്ക്രൂ പിടിപ്പിക്കാം. അതുപോലെ കൊളുത്ത് പിടിപ്പിക്കാനുള്ള ഹോളുകളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ജനാല തുറന്ന് വെച്ചിട്ടുള്ള കൊളുത്തിലാണ് സാധനം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എല്ലാ കാര്യങ്ങളും. ഒരു ജനാല കൂടെ എല്ലാ കാര്യങ്ങളും അവർ അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ റേറ്റ് നോക്കുകയാണെങ്കിൽ ഈ 3 പാളിയുടെ ജനാല എന്ന് പറയുന്നത് 135x150 സെൻറ്റിമീറ്ററാണ് സൈസ് വരുന്നത്. സ്ക്വയർ ട്യൂബ് വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. GP സ്ക്വയർ ട്യൂബ് എന്നാണ് ഇതിന് പറയുന്നത്. അത് ട്യൂബ് തന്നെയാണ് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടിട്ട് അതാണ് മതിലിൽ നമ്മൾ പിടുത്തത്തിനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ആ ജനാലയുടെ 4 സൈഡിലും അങ്ങനത്തെ ട്യൂബ് ചാടിച്ചിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളും എല്ലാം പക്കയാണ്. കാര്യം ഇതിൻ്റെ ആ ഒരു കർവ് ഡിസൈനും കാര്യങ്ങളെല്ലാം പക്കയായിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലൊരു മോൾഡിലാണ് അവർ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഒരു പാളിയുടെ ജനാലയ്ക്ക് വില വരുന്നത് 1450 നമ്മൾ 3 പാളി ആയതുകൊണ്ട് 3900 കിട്ടി. അത് ഫ്ലാറ്റ് ബാറും കമ്പിയും വെച്ചുള്ളതായിരുന്നെങ്കിൽ 3750 നമുക്ക് കിട്ടിയാനെ. ഇത് കട്ടിലാണ് ഡോറിൻ്റെ. ഇതിൻ്റെ സൈസ് വരുന്നത് 210x90. അതാണ് അതിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിജാഗിരി പിടിപ്പിക്കാനായിട്ട് ആ ഒരു ഭാഗം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് 4 എണ്ണം കൊടുത്തിട്ടുണ്ട് 1 സൈഡിൽ. അപ്പോൾ 4 വിജാഗിരി വരുമ്പോൾ തന്നെ ഡോറിന് അത്യാവശ്യം നല്ല പിടുത്തം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ തന്നെ ക്ലാമ്പ് എല്ലാ കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്. അതെടുത്ത് പറയാനുള്ള കാര്യം വെച്ചാൽ ചില സ്ഥലങ്ങളിൽ ഹോളൊന്നും ഇട്ടിട്ടുണ്ടാവില്ല. നമ്മൾ ഡ്രില്ല് ചെയ്തൊക്കെ പിടിപ്പിക്കേണ്ടി വരും. ഇത് ലോക്ക് പിടിപ്പിക്കാനുള്ള ഭാഗം അവിടെ കൊടുത്തിട്ടുണ്ട്. ഓടാമ്പലിൻ്റെ കുറ്റി ഇടാൻ വേണ്ടി അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലോക്കിൻ്റെ പിന്നെ അതുപോലെ തന്നെ മുകളിലും താഴത്തും നമ്മുടെ ടവർ വോൾട്ട് പിടിപ്പിക്കാൻ വേണ്ടി സൈഡിലേക്ക് ടവർ വോൾട്ട് കൊടുക്കാം. അതുപോലെ മുകളിലേക്കും കൊടുക്കാം. അതുപോലെ താഴത്തെ ഭാഗത്ത് നോക്കിയാലും താഴത്തേക്കും കൊടുക്കാം, സൈഡിലും കൊടുക്കാൻ വേണ്ടി 2 സൈഡിലും അതിനും അവർ അവിടെ സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ഏകദേശം 1300 രൂപയാണ് ഒരു കട്ടിലയുടെ വില വരുന്നത്. ഞാൻ നേരത്തെ സൈസ് പറഞ്ഞു 90x210 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഒരു സൈസ് വരുന്നത് കേട്ടോ. അതുപോലെ കട്ടിലയുടെ സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ തിക്നെസ് കണ്ടോ, അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ട്. ഫിനിഷിങ്ങും പക്കയാണ്. അതുപോലെ തന്നെ നമ്മളിത് മതിലിൽ പിടിപ്പിക്കാനായിട്ടുള്ള ഭാഗത്ത് ഇതുപോലൊരു ചെറിയൊരു ഹുക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. SS-ൻ്റെ ഒക്കെ പലതരത്തിലുള്ള ക്ലാമ്പുകൾ മേടിക്കാൻ കിട്ടും. അത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പക്കയായിട്ട് മതിലിൽ ഫിക്സ് ചെയ്ത് വെക്കാനും പറ്റും. ഇപ്പോൾ മുകളിലത്തെ നിലയിൽ നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഭാഗമാണ് കാണുന്നത്. ഡോറിനോട് ചേർന്ന് നമ്മൾ ഫ്രഞ്ച് വിൻഡോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വെക്കാറുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഫ്രഞ്ച് വിൻഡോ. അപ്പോൾ അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോറിനേക്കാളും കുറച്ചും കൂടി സൈസ് കുറവായിരിക്കും. അതായത് ഒരു 150 സെൻറ്റിമീറ്ററൊക്കെ അതിന് ഹൈറ്റ് വരും. അപ്പോൾ അതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈസ് വരുന്നത് ഏകദേശം നമ്മൾ 2 പാളിയുടെ മേടിച്ചതിന് 3800 രൂപയും. ഒരു പാളിയാണെങ്കിൽ 1900 വില വരുന്നത്. അത് GP ട്യൂബ് ഇട്ടുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത് കേട്ടോ. പട്ടയം കമ്പി കൊണ്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതിനേക്കാളും റേറ്റ് കുറവേ വരുള്ളൂ. അതെല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ റേറ്റ് നമ്മൾ അവസാനം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഹൈറ്റ് കണ്ട ഫ്രണ്ടിൽ വെക്കുന്ന ഫ്രഞ്ചില്ല നമ്മുടെ ഡോറിൻ്റെ സൈഡിൽ ഫ്രഞ്ചിൻ്റെ ഹൈറ്റ് ഏകദേശം എൻ്റെ ഹൈറ്റ് വെച്ച് കാണിക്കാൻ പറ്റുന്നതാണ്. മറ്റേ ചാനലൊക്കെ ഇത്ര ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ ഇത്രയും ഫ്രഞ്ച് നമുക്കറിയാമല്ലോ, എല്ലാവരുടെയും വീടിൻ്റെ ഫ്രണ്ടിലും സിറ്റ് ഔട്ടിൻ്റെ ഡോറിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കണം. ഫ്രഞ്ചിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ ഞാൻ കാണിച്ചത് ആ ഒരു ഹൈറ്റ് ഞാൻ കാണിച്ചതാണ്. ഇനി കിച്ചണിലേക്ക് വരുമ്പോൾ അതിൻ്റെ ജനാൽപ്പാളിയുടെ ഹൈറ്റ് പിന്നെയും കുറയും. കാര്യം കിച്ചൺ സ്ലാബൊക്കെ ഉള്ളതുകൊണ്ട് അത്ര ഹൈറ്റ് കുറവ് മതി. അപ്പോൾ 90 സെൻറ്റിമീറ്റർ ഹൈറ്റൊക്കെ വരുള്ളൂ. ഒരു പാളിക്ക് 1250 രൂപ വില വരുന്നത്. നമ്മൾ 3 പാളിക്ക് ഏകദേശം 2850 രൂപ വില വന്നു. അതുപോലെ 2 പാളി ഒരെണ്ണം പിടിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിന് ഏകദേശം 1900 നമുക്ക് റേറ്റ് വന്നത് 2 പാളിക്ക് കേട്ടോ. അപ്പോൾ ശരിക്കും ഇത് GP ട്യൂബ് ഇട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത്. പട്ടയം കമ്പിയുടെ ഡിസൈനുള്ള ഫ്രെയിമാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ റേറ്റ് കുറയും. അപ്പോൾ അതെല്ലാം നമ്മൾ വീടിൻ്റെ അവസാനം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകണ്ട. ഞാൻ പലപ്പോഴും എടുത്തു പറഞ്ഞ കാര്യമാണ് ഫിനിഷിങ്ങിൻ്റെ. അപ്പോൾ നോക്കിയാൽ മുകളിലുള്ള ഒരു കർവിൻ്റെ ഡിസൈൻ കണ്ടോ നിങ്ങൾ കണ്ട. ഞാൻ പല സ്ഥലങ്ങളിലും കോൺക്രീറ്റിൻ്റെ ജനാല ചെയ്യുന്ന സ്ഥലത്ത് പോയിരുന്നു. പക്ഷേ അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഫിനിഷിങ് പക്കയായിരുന്നു. എനിക്കും വീട്ടുകാർക്കും വളരെ ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ എടുത്ത് പറയേണ്ടതാണ് നമ്മുടെ ബാത്റൂമിലൊക്കെ വെക്കുന്ന വെൻറ്റിൻ്റെ ഒരു കാര്യം. അതിൻ്റെ സൈസ് വരുന്നത് ഏകദേശം 40x60 സെൻറ്റിമീറ്ററാണ്. ഒരെണ്ണത്തിന് 650 രൂപയാണ് അതിൻ്റെ വില വരുന്നത്. അതും നമ്മൾ ഗ്ലാസ് ഇട്ട് കൊടുക്കാൻ, ചരിച്ച് ഗ്ലാസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള ഗ്രൂ ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ സൈസിൽ ഗ്ലാസ് മേടിച്ചാൽ നമുക്ക് തന്നെ സിമ്പിളായിട്ട് ഇടാവുന്ന ഒരു കേസ് കേട്ടോ. അതിൻ്റെ വെയിറ്റ് ഭയങ്കര വെയിറ്റാണ്, പക്കയാണ്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി വെയിറ്റാണ്. അതിൻ്റെ തിക്നെസ് ഉണ്ടോ നിങ്ങൾ. അപ്പോൾ ആ ഒരു വർക്കിൻ്റെ കാര്യത്തിൽ പക്കയായിട്ട് എനിക്ക് തോന്നി.
അപ്പോൾ ഇവരുടെ ലൊക്കേഷൻ വരുന്നത് ആലുവ മുപ്പത്തിരത്താണ്. അപ്പോൾ ഇവരുടെ ലൊക്കേഷനും കാര്യങ്ങളും ഞാൻ കൊടുത്തേക്കാം. അതുപോലെ എല്ലാത്തിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് വീടുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഒരു പുതിയ ചാനലാണ്. ചാനൽ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. വീണ്ടും നല്ല നല്ല വീഡിയോകളുമായിട്ട് നമ്മുടെ ചാനൽ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.